Hello dears, welcome back to ISKC English. Hello dear students. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്ലസ് ടുവിൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ഇംഗ്ലീഷിൽ 24 മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യും എന്നൊരു ഉത്കണ്ഠ. 24 മാർക്ക് കിട്ടാൻ എന്താണ് പഠിക്കേണ്ടത് അതറിയാതെ ഒരുപാട് പേര് 24 മാർക്കിന് എന്താ കിട്ടേണ്ടത്, അപ്പോൾ ഇതിനൊരു പരിഹാരം, അപ്പോൾ ഇത്തരമൊരു പ്രശ്നം സ്റ്റുഡൻസിലുണ്ട്. 24 മാർക്കിന് ഇപ്പം എന്താ വേണ്ടത്, 24 മാർക്ക് കിട്ടണം, 24 മാർക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാനൊരു 6 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സജസ്റ്റ് ചെയ്യാം. ഒരു 6 ക്വസ്റ്റ്യൻ. ഈ 6 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 24 മാർക്കല്ല, നമുക്ക് പാസ്സാവാൻ എന്തായാലും 24 അല്ല, തീർച്ചയായിട്ടും മാർക്ക് കൂട്ടി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് പറയുന്നത്, നിങ്ങൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നതാണ് ലെറ്ററും സി വിയും. അപ്പോൾ കൃത്യമായിട്ട് ലെറ്റർ എഴുതാനും സി വി എഴുതാനും പഠിക്കുക എന്നുള്ളത് പ്ലസ് ടുവിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിന് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ഇത് പഠിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട്, ഒന്നുകിൽ എസ് എഴുതാനോ അല്ലെങ്കിൽ സ്പീച്ച് എഴുതാനോ അതല്ലെങ്കിൽ ആർട്ടിക്കിളോ, ഇതുപോലെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും വരുന്നുണ്ട്. നമ്മളുടെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ഹാർഡി ബി ജോൺസിന്റെ എസ്സേന്ന്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ആ ഒരു എസ്സേയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഡ്രഗ്സിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇമ്പാക്ട്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, കൃത്യമായിട്ട് ആ മെന്റൽ ഇമ്പാക്ട്സും അതുപോലെ തന്നെ ഫിസിക്കൽ ഇമ്പാക്ട്സും, അതായത് ഏതാനും പോയിന്റ്സ് ആയിട്ടോ രണ്ട് ഭാഗത്തുനിന്നും, അതായത് ചിലപ്പോൾ എസ് ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ട് എന്ത് മെന്റൽ ഇമ്പാക്ട്സും ഫിസിക്കൽ ഇമ്പാക്ട്സിനെ കുറിച്ച് എസ് എഴുതാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ചോദ്യം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മെന്റൽ ഇമ്പാക്ട്സ് മാത്രം കണ്ടിട്ടുണ്ട്, പിന്നെ ഫിസിക്കൽ ഇമ്പാക്ട്സ് മാത്രം കണ്ടിട്ടുണ്ട്. അപ്പോൾ പോയിന്റ്സ് പഠിക്കുകയാണെങ്കിലും എങ്ങനെ പഠിക്കുകയാണെങ്കിലും രണ്ട് ഭാഗവും ബാലൻസ് ചെയ്ത് പഠിക്കാം, എന്നാലല്ല ഏതെങ്കിലും ഒന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എസ് എ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, ആ പോയിന്റ്സ്, അത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്പീച്ച് വരാം. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇമ്പാക്ട്സിനെ കുറിച്ച് ബോധവൽക്കരണ ബന്ധപ്പെട്ട് പ്രസംഗം തയ്യാറാക്കാം. അപ്പം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ, ഒന്നുകിൽ എസ് എയോ അല്ലെങ്കിൽ സ്പീച്ചോ ലെറ്ററോ അതല്ലെങ്കിൽ ഒരു ബ്ലോഗായിട്ട് പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെയൊക്കെ ചോദ്യം വരാൻ പ്രതീക്ഷിക്കാൻ ഒരു 8 മാർക്ക്. ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കവിതയാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കവിത എനി വുമൺ, 2 മെൻഡിങ് വാള്, മൂന്നാമത്തേത് റൈസ് എന്ന് പറയുന്നത് സ്റ്റാമർ, ലാസ്റ്റ് പഠിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കവിതയായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, അല്ലേ? അതായത് പല്ലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കവിത. ഇങ്ങനെ 5 കവിതകൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ 5 കവിതകളുമായി ബന്ധപ്പെട്ട് പോയിന്റ്സോ ഒരു ചെറിയ അപ്രിസിയേഷനോ നിർബന്ധമായി പഠിച്ചു വെക്കുക. അത് നിർബന്ധമായി പഠിച്ചു വെക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, അതുകൊണ്ട് മാത്രം അവിടെ ഗുണം കിട്ടൂല. രണ്ടാമത്തേത്, ആ കവിത കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഒരു ആസ്വാദനം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ കവിതയും ഒന്ന് വായിക്കാം. കവിതയും വായിച്ച് ഒന്ന് സെറ്റാക്കി വെക്കാം. ഇവിടെ നിങ്ങൾക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആദ്യ ഭാഗത്ത് കവിത വരും, അതിന് ക്വസ്റ്റ്യൻ വരും. ഇത് ഏത് കവിതയാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും, ഏത് പോയറ്റാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഗുണം ചെയ്യും. കവിതയും നോക്കി വെക്കണം, ചെറിയൊരു ആസ്വാദനവും പഠിക്കാം, കവിയുടെ പേരും കൂടെ പഠിക്കാം. പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കവിതയിൽ നിന്ന് 2 ലൈൻസ് തരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ എനി വുമൺ എന്നായിരിക്കും, അല്ലെങ്കിൽ മെൻഡിങ് വാൾ എന്നാണെങ്കിൽ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കവിതയിൽ നിന്ന് 2 ലൈൻസ് വരും. ആ 2 ലൈൻസ് വരുമ്പോൾ 5 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചെറിയ ആസ്വാദനം കൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കവിത ഏതാണെന്ന് അറിയണമെങ്കിൽ ആ ഓരോ കവിതയുടെയും ലൈൻസുമായിട്ട് നമുക്കൊരു ഫെമിലാരിറ്റി, ഒരു പരിചയം വേണം. അപ്പോൾ ആസ്വാദനവും പഠിക്കാം, കവിതയുടെ ലൈൻസ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കാം. പിന്നെ കവിതയിൽ നിന്ന് എന്ത് വരാം, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ, ഇപ്പോൾ റൈസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. റൈസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കവിയുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും ആണ്.
അപ്പോൾ ഇതിനൊക്കെ പുറമെ ആയിട്ട് എക്സ്പെക്റ്റേഷനെ കുറിച്ച് എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റിയാലിറ്റിയെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ രണ്ടിനെ കുറിച്ചും എഴുതാം, അല്ലെങ്കിൽ കവിതയെ പോയം ആസ് എ സറ്റയർ ഒരു ആക്ഷേപഹാസ്യ കവിതയാണെന്നുള്ള നിലയ്ക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 4 ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 20 മാർക്ക്, അത് നമുക്കൊരു 15 മാർക്ക് നമുക്ക് എന്തായാലും കവിതയിൽ നിന്ന് ലഭിക്കും. അപ്പൊ നിങ്ങൾ ഈ 5 ആസ്വാദനം 5 കവിതയിൽ നിന്നും അവയുടെ ഒന്ന് ചെറിയൊരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ പോയിന്റ്സോ നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ ആ കവിതയുടെ ലൈൻസുമായിട്ടൊരു ഫെമിലിയാരിറ്റി നമുക്കവിടെ മാർക്ക് ഉറപ്പിക്കാം. അടുത്ത നിർബന്ധമായും കാണുന്ന ചോദ്യമാണ് കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യാം. കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യാൻ ബേസിക് ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. അതായത് നമ്മൾ അവിടെ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ കൊടുക്കണം. ചോദ്യമാണ് 2 കുത്ത് കാണൂലേ, അപ്പോൾ ഇപ്പോൾ മാർത്ത ആണെങ്കിലും ജോൺ ആണെങ്കിലും മാർത്ത 2 കുത്തുന്ന ഡൈകാരം. അപ്പോൾ ആ 2 കുത്ത് വരുന്നിടത്ത് ചോദ്യമാണെങ്കിൽ ആസ്ക്ഡ് എഴുതുക, സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ സെഡ് എഴുതുക, അപ്പോൾ ദാറ്റ് എഴുതണം. മറുപടി ആണെങ്കിൽ റിപ്ലൈഡ് എഴുതുക. ഇനി ഒരു വാക്ക് ഒരാൾ തന്നെ 2 ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ആഡഡ് എന്നൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ചേർക്കുക ലൈൻസ്. അപ്പോൾ ഈ രീതിയിൽ അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫോ വെതറോ ചേർക്കുക. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് അതുമായി വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു 4-2 മാർക്ക് നമുക്കവിടെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിങ്, അതുപോലെ തന്നെ പിന്നെ ചോയ്സ് എടുത്ത് ഏതാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എഡിറ്റ് ചെയ്യാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെക്ഷൻ നിങ്ങൾ എന്തൊക്കെ നോക്കണം എന്നേ പറയുന്നുള്ളൂ. ഇപ്പം എഡിറ്റ് ചെയ്യാനെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സ്പെല്ലിങ് വരാം, അതുപോലെ തന്നെ പിന്നെ വെർബിൻ്റെ കൺസിസ്റ്റൻസി, അതായത് വെർബ് സിംഗുലർ വേണ്ടത് പ്ലൂറൽ വേണ്ടത്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ പ്രസന്റ് വേണ്ടി വരും, അവിടെ പാസ്റ്റ് തന്നിട്ടുണ്ടാവും, പാസ്റ്റ് ആണെങ്കിൽ പ്രസന്റ് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മോഡൽ ഓക്സിലറീസിന് ശേഷം വില്ലി, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ് പോലുള്ള മോഡൽ ഓക്സിലറീസ് അവക്ക് ശേഷം V2 തരും, അത് V1 ആക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് എന്തൊക്കെയാണ് എഡിറ്റിങ്ങിൽ വരുന്നത് അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റാക്കുക. കാരണം 4 മാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് 2 വെർബ് തന്നിട്ടുണ്ടാവും, സിംഗുലറും പ്ലൂറലും. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് നോക്കുക അവിടെ വരുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്യാം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ വെർബ് ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെയാ ചോദിക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷനോട് പോയി കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഫോർമൽ ലെറ്റർ ഒന്ന് നോക്കി വെക്കാം അല്ലെ. ഫ്രം, അതുപോലെ തന്നെ ടു, പിന്നെ എന്ത് വേണം, സബ്ജക്റ്റ് എഴുതണം, സേർന്ന് എഴുതണം, കണ്ടന്റ്, അതുപോലെ തന്നെ ക്ലോസിംഗ് റിമാർക്ക്, അതുപോലെ തന്നെ സ്പീച്ചിൻ്റെ ഫോർമാറ്റ്. പിന്നെ എന്ത് ചെയ്യാം, ബ്ലർബ് എഴുതുക. ബ്ലർബ് എന്താണ്, ബ്ലർബ് എന്താണ്, ബ്ലോഗ്. കാരണം ഒരു റൈറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഡിസ്കോഴ്സിന്റെ ഭാഗത്ത് ഉള്ള സംഭവമാണ് ബ്ലർബ്, ബ്ലോഗ്. ബ്ലർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നോവലുകളും മറ്റു പുസ്തകങ്ങളും കാണുമ്പോൾ അതിൻ്റെ ബാക്കിലെ ചട്ടം ഉണ്ടല്ലോ, ആവശ്യമാണ് പുസ്തകത്തിന്റെ പേര്, അതുപോലെ തന്നെ ഓതറിന്റെ പേര്. സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറി ഒന്ന് ചുരുക്കി എഴുതുക, ഓതറിനെ കുറിച്ച് എഴുതുക, അയാളുടെ ഓതറിന്റെ അതർ ബുക്സ്, അതർ നോവൽസോ സ്റ്റോറീസോ ബുക്സ് ആണെങ്കിൽ അവയുടെ പേര് എഴുതുക, പബ്ലിക്കേഷന്റെ പേര് എഴുതുക, അതുപോലെ തന്നെ റേറ്റ് എത്രയാണെന്ന് എഴുതുക, പബ്ലിഷ് ചെയ്ത വർഷം. ഇങ്ങനെ ഒരു പാറ്റേൺ വേണമെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഓതറിന് ഒരു സൈഡിൽ ഒരു ഫോട്ടോ ഒക്കെ വരച്ചു വെച്ച് ഒരു കള്ളിയൊക്കെ വരച്ച് സെറ്റാക്കിയിട്ട് നമുക്കൊരു ബ്ലർബ് ചെയ്യാൻ പറ്റും. ബ്ലോഗിന്റെ ഫോർമാറ്റ്, ബ്ലോഗ് ഇപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ബോക്സ് എന്നുള്ള സ്റ്റോറിയുടെ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പേര് ടൈറ്റിൽ കൊടുക്കുക, അതിൻ്റെ താഴെ ഡേറ്റ് കൊടുക്കുക, എഴുതുന്ന ആളുടെ പേര്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് എന്ത് തുടങ്ങാം, ഐ റെഡ് ദ സ്റ്റോറി മാച്ച് ബോക്സ് റീസെൻ്റ്ലി അല്ലെ. എന്നാൽ ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ്
നോമിത ആൻഡ് ഹസ്ബൻഡ് അജിത്ത് ആ സ്റ്റോറിയിലേക്ക് ഇങ്ങനെ വരിക. അതിന്റെ അവസാനത്തിൽ ഇത് ഏത് വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞു, മാക്സിമം നിങ്ങൾ ചാപ്റ്ററിൽ നിന്ന് പറ്റുന്നിടത്തോളം ചാപ്റ്ററിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഉള്ളടക്കം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഈ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. അതിന് അവസാനം എന്ത് ചെയ്യുക, ഒരു റെക്കമെൻഡേഷൻ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്, സോ ഐ സജസ്റ്റ് യു ടു റീഡ് ദ സ്റ്റോറി വെൻ യു ഗെറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് റിമാർക്ക് കൊടുത്തിട്ട് ഭംഗിയിൽ എന്ത് ചെയ്യുക, ബോക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എന്ന ടെൻഷൻ, കാരണം അത്തരമൊരു ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് 1-2 സ്റ്റുഡൻസ് സാറേ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ള വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യേണ്ടതിൻ്റെ പ്രസക്തി. കാരണം ഇപ്പോഴാണ് എനിക്ക് ഒരുപാട് കുട്ടികൾക്ക് ചിലപ്പോൾ എന്ത് പഠിക്കണം, എന്താ പഠിക്കേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഒരു ഇതിലായിരിക്കും. അപ്പൊ അതിന് ചെറിയൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു നോക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.